വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പുൽപ്പള്ളി സ്വദേശിനിയുടെ തട്ടിപ്പ് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആഘോഷനാളിൽ അണിഞ്ഞൊരുങ്ങാൻ ആരും കൊതിക്കും ഡിസൈനുകൾ. IGI സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരം ഏറ്റവും കുറഞ്ഞ വിലയിൽ. BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്തത ഒരു പൊൻതരിയിലും. മൂഴയിൽ ഗോൾഡൻ ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, മെയിൻ റോഡ്, സുൽത്താൻ ബത്തേരി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പുൽപ്പള്ളി സ്വദേശിനിയുടെ നേതൃത്വത്തിൽ കോടികൾ തട്ടിയെന്ന പരാതി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പലരിൽ നിന്നായി യുവതിയുടെ നേതൃത്വത്തിൽ തട്ടിയെടുത്തത് 6 കോടിയിലേറെ രൂപ. പണം തട്ടിയത് ജസ്റ്റ് സെറ്റ് ജേണി എന്ന സ്ഥാപനം വഴി. കേരളത്തിന് പുറത്തുള്ളവരും തട്ടിപ്പിന് ഇരയായതായി ആരോപണം. സിനിമാ സംവിധായകൻ ഭാസ്കരൻ ബത്തേരി അന്തരിച്ചു. അന്ത്യം അസുഖബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. മാത്തുക്കുട്ടിയുടെ വഴികൾ, ഇഞ്ച എന്നീ സിനിമകൾക്ക് കഥയെഴുതി സംവിധാനം ചെയ്തു. നിരവധി മ്യൂസിക് ആൽബങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചു. കൽപ്പറ്റ ചുണ്ടേൽ റോഡുകളുമായി ബന്ധിപ്പിക്കുന്ന കുന്നംപറ്റ പ്ലാക്കണ്ടി റോഡ് ടാറിംഗ് നടത്താൻ വനംവകുപ്പ് NOC നൽകുന്നില്ലെന്ന് പരാതി. ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഫണ്ട് വകയിരുത്തിയിട്ടും വനംവകുപ്പിന്റെ തടസ്സവാദം കാരണം ടാറിംഗ് നടത്താൻ കഴിയുന്നില്ല. പടിഞ്ഞാറത്തറ ടൗണിൽ ഗതാഗത കുരുക്കിനിടയാക്കിയിരുന്ന സർക്കാർ ഭൂമിയിലെ മതിലുകൾ പൊളിച്ചുമാറ്റി. പുൽപ്പള്ളി വെളുകൊല്ലി വികസന കാര്യങ്ങളിൽ പിന്നിൽ. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമത്തിൽ താമസിക്കുന്നത് പിന്നാക്ക വിഭാഗക്കാർ. വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനും റോഡ് വികസനത്തിനും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുൽപ്പള്ളി സ്വദേശിനിയുടെ നേതൃത്വത്തിൽ 6 കോടിയിലേറെ രൂപ പലരിൽ നിന്നായി തട്ടിയെടുത്തുവെന്നാണ് പരാതി. പുൽപ്പള്ളി ഭൂതാനം സ്വദേശിയായ യുവതി കർണാടകയിൽ വിദേശ ജോലി റിക്രൂട്ട്മെന്റ് സ്ഥാപനം വഴി പണം തട്ടിച്ചതായാണ് പരാതി. 350 ആളുകളിൽ നിന്നായി ഏകദേശം 6 കോടി രൂപയോളം ഇവർ തട്ടിച്ചെടുത്തതായിട്ടാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിലും കർണാടകയിലുമുള്ള ഒട്ടേറെ മലയാളി കുടുംബങ്ങൾ ഇന്നലെ പുൽപ്പള്ളി ഭൂതാനത്തുള്ള യുവതിയുടെ വീട്ടിൽ എത്തി പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ തങ്ങൾക്കൊന്നും അറിയില്ല എന്ന നിലപാടിലാണ് വീട്ടുകാർ. പണം തട്ടിച്ച ശേഷം യുവതി വിദേശത്തേക്ക് കടന്നുവെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത്. ജസ്റ്റ് സെറ്റ് ജേണി എന്ന പേരിൽ നടത്തിയ സ്ഥാപനം വഴിയാണ് പണം തട്ടിയത് എന്നാണ് ആളുകൾ ആരോപിക്കുന്നത്. ഇവരുടെ ഓഫീസിലെ 8 ജീവനക്കാരുടെ അറസ്റ്റ് കർണാടക പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇവർ അറിയിച്ചു. തങ്ങളുടെ പണം കിട്ടുന്നതുവരെ പിന്തിരിയില്ല എന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത്. കൂടുതൽ നടപടികളുമായി മുന്നോട്ടു പോകും. ഞങ്ങൾ ജോലി വാഗ്ദാനം നൽകി. ഓസ്ട്രിയ, ലക്സംബർഗ്, ഇസ്രയേൽ എന്നീ 3 രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം നൽകി. ഓരോ ആൾക്കാരിൽ നിന്നും ഏകദേശം 1 ലക്ഷം, 1.5 ലക്ഷം, 4 ലക്ഷം രൂപ വരെ 50,000 കൈപ്പറ്റിയതുമുണ്ട്. അതിന് ഫേക്കായിട്ടുള്ള ചെക്ക്, ഒരു മുദ്രപത്രത്തിൽ അവരുടെ കാര്യങ്ങൾ, നമ്മൾ പൈസ മേടിച്ചതിൻ്റെ തെളിവുകൾ എല്ലാം ഉണ്ട്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തരാം എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും അവരുടെ ബാംഗ്ലൂരുള്ള ജസ്റ്റ് ജേണി എന്ന് പറഞ്ഞ ഓഫീസും പൂട്ടിക്കെട്ടി. അവരിവിടുന്ന് ഞങ്ങളെ ഏകദേശം 350ഓളം പേരിൽ നിന്ന് 3.5 കോടി 4 കോടി രൂപേന് മേളിൽ തട്ടിക്കൊണ്ട് കടന്നു കളഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് ജേർണി എന്ന് പറയുന്ന ഒരു ഏജൻസി അത് ഇൻ്റർനെറ്റിലൂടെ പലവിധ പരസ്യങ്ങൾ അവർ സ്പ്രെഡ് ചെയ്തു. ഓസ്ട്രിയ, ലക്സംബർഗ് അതുപോലെ തന്നെ മറ്റ് ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞാണ് അവർ പരസ്യം പ്രസിദ്ധീകരിച്ചത്. എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന ആളുകളാണ് ആ പരസ്യം കണ്ട് അവരെ ഫോൺ ചെയ്യുകയും ആ വ്യക്തിയുടെ തട്ടിപ്പിനിരയായ ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. അവർ പറഞ്ഞ ഓഫർ ഇതായിരുന്നു: 1.5 ലക്ഷം രൂപ ആദ്യം അവരുടെ കയ്യിൽ കൊടുക്കുകയും ബാക്കി 1.5 ലക്ഷം രൂപ, ബാക്കി 2 ലക്ഷം രൂപ ഓസ്ട്രിയയിൽ ചെന്നിട്ട് ജോലി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തരാം, അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞത്. കേരളം, കർണാടക, തെലുങ്കാന, ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ ആളുകളും ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. മലനാട് ന്യൂസ്, പുൽപ്പള്ളി. സിനിമാ സംവിധായകൻ ഭാസ്കരൻ ബത്തേരി അന്തരിച്ചു. 58 വയസ്സായിരുന്നു. എഴുത്തുകാരനും നാവികസേന റിട്ടയർഡ് ഉദ്യോഗസ്ഥനുമായിരുന്ന ഇദ്ദേഹം അസുഖബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മാത്തുക്കുട്ടിയുടെ വഴികൾ,
ഇഞ്ച എന്നീ സിനിമകൾക്ക് കഥയെഴുതി സംവിധാനം ചെയ്തു. മലമുകളിൽ ചെറുകഥ, ഭൂമധ്യരേഖയും കടന്ന്, യാത്രാക്കുറിപ്പുകൾ, ഉസി നോവൽ എന്നിവ രചിച്ചു. ആലമിയ, അഴക്, ട്രാക്ക് എന്നീ സിനിമകൾക്ക് തിരക്കഥ എഴുതി. നിരവധി മ്യൂസിക് ആൽബങ്ങൾക്ക് ഗാനരചനയും നിർവഹിച്ചിട്ടുണ്ട്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കൽപ്പറ്റ ചുണ്ടേൽ റോഡുകളുമായി ബന്ധിപ്പിക്കുന്ന കുന്നംപറ്റ പ്ലാക്കണ്ടി റോഡ് ടാറിംഗ് നടത്താൻ വനംവകുപ്പ് NOC നൽകുന്നില്ലെന്ന് പരാതി. പതിറ്റാണ്ടുകളായി നാട്ടുകാർ ആശ്രയിക്കുന്ന റോഡാണിത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സോളിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഫണ്ട് വകയിരുത്തിയിട്ടും വനംവകുപ്പിന്റെ തടസ്സവാദം കാരണം ടാറിംഗ് നടത്താൻ കഴിയുന്നില്ലെന്നാണ് പരാതി. കൽപ്പറ്റ മേപ്പാടി റോഡിൽ നിന്നും ചുണ്ടേൽ മേപ്പാടി റോഡിൽ നിന്നും എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയുന്ന റോഡാണ് കുന്നംപറ്റ പ്ലാക്കണ്ടി കോട്ടവയൽ റോഡ്. നാട്ടുകാർ പതിറ്റാണ്ടുകളായി ആശ്രയിക്കുന്ന റോഡ് നന്നാക്കുന്നതിന് വനം വകുപ്പ് പിടിവാശി തുടരുകയാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് നേരത്തെ സോളിംഗ് നടത്തിയ റോഡ് കൂടിയാണിത്. റോഡ് ആരംഭിക്കുന്ന ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്തും വിവിധ സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് ടാറിംഗ് നടത്തിയിട്ടുമുണ്ട്. പ്രദേശത്തെ നിക്ഷിപ്ത വനഭൂമിയാകട്ടെ ആദിവാസി കുടുംബങ്ങൾ കയ്യേറി കുടിൽകെട്ടി സമരം നടത്തി വരികയാണ്. 10 വർഷത്തിലധികമായി ഇവിടെ സമരം നടക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഫോറസ്റ്റ് മിനിസ്റ്ററോട് വരെ ആവശ്യപ്പെട്ടതാണ്. വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫോറസ്റ്റ് NOCയുടെ. ഈ വാർഡിൽ ഏകദേശം ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ 18ഓളം റോഡുകൾ ഈ വാർഡിൽ മാത്രം പൂർത്തീകരിച്ചു. ഇനിയിപ്പം നമുക്ക് സാധ്യമല്ലാത്ത പല റോഡുകളുടെയും പണി ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരിക്കലും റോഡ് വരുമെന്ന് പ്രതീക്ഷിക്കാത്ത പ്രദേശത്തോട് എസ്റ്റേറ്റുകളൊക്കെ വിട്ടുനിന്നിട്ട് റോഡ് അന്വേഷിച്ചു. ഈ ഒരു പ്രദേശം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. ഫോറസ്റ്റ് അനുമതി തരുന്ന നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ്. നിരവധി ആദിവാസി കുടുംബങ്ങളടക്കം താമസിക്കുന്ന പ്രദേശമാണ്. വനംവകുപ്പിൽ ഇപ്പോൾ NOCക്ക് വേണ്ടി വീണ്ടും രണ്ടാമത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. മേപ്പാടി ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും റോഡ് നന്നാക്കുന്നതിന് പലവട്ടം ഫണ്ട് വകയിരുത്തിയെങ്കിലും വനം വകുപ്പിന്റെ NOC ലഭിക്കാത്തതിനാൽ തന്നെ റോഡ് ടാറിംഗ് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വനമന്ത്രിയെ ഉൾപ്പെടെ കണ്ടെങ്കിലും പരിഹാരമായിട്ടില്ല. വനം വകുപ്പിനെതിരെ നാട്ടുകാർ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. പടിഞ്ഞാറത്തറ ടൗണിൽ ഗതാഗതക്കുരുക്കിനിടയാക്കിയിരുന്ന സർക്കാർ ഭൂമിയിലെ മതിലുകൾ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പൊളിച്ചുമാറ്റി. പടിഞ്ഞാറത്തറ വാരാമ്പറ്റ റോഡിൽ ജലസേചന വകുപ്പിന് കീഴിലുള്ള ബാണാസുര സാഗർ ഇറിഗേഷൻ പ്രൊജക്ട് ഓഫീസിന്റെ മതിലുകളാണ് പൊളിച്ചു നീക്കിയത്. പടിഞ്ഞാറത്തറ പുഴിത്തോട് ബദൽ റോഡ് തുടങ്ങുന്ന ടൗണിനോട് ചേർന്നുള്ള 100 മീറ്റർ ഭാഗം റോഡിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ ഇവിടെ ഗതാഗതക്കുരുക്ക് പതിവായിരുന്നു. ഇത് പൊളിച്ചു നീക്കി റോഡിന് വീതി കൂട്ടുക എന്നുള്ളത് പടിഞ്ഞാറത്തറക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു. ഈ ഭാഗത്ത് റോഡിന് മതിയായ വീതിയില്ലാത്തതിനാൽ വെള്ളമുണ്ട മുതൽ പടിഞ്ഞാറത്തറ വരെയുള്ള റോഡ് നവീകരണ പ്രവൃത്തികൾ ടൗണിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജലസേചന വകുപ്പ് മന്ത്രി പടിഞ്ഞാറത്തറയിലെത്തിയപ്പോൾ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വ്യാപാരികളും ഒന്നടങ്കം മന്ത്രിയെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. തുടർന്ന് മതിൽ പൊളിക്കാൻ ഉത്തരവിട്ടെങ്കിലും പകരം ആര് പുതുതായി നിർമ്മിച്ചെടുക്കുമെന്ന തർക്കത്തിൽ പൊളിക്കൽ പ്രവൃത്തി വീണ്ടും നീണ്ടുപോയി. ഏറ്റവും ഒടുവിൽ സ്ഥലം MLA T സിദ്ദിഖ പുനർനിർമ്മാണത്തിന് ഫണ്ട് വയ്ക്കാമെന്ന ഉറപ്പിലാണ് മതിൽ പൊളിച്ചു നീക്കിയത്. മതിൽ പൊളിക്കൽ പൂർത്തിയാകുന്നതോടെ ഈ ഭാഗത്തും ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കി ടൗണിന്റെ മുഖഛായ മാറുമെന്നാണ് പ്രതീക്ഷ. മലനാട് ന്യൂസ്, വെള്ളമുണ്ട. പുൽപ്പള്ളി വെളുകൊല്ലി വികസന കാര്യങ്ങളിൽ പിന്നിൽ. വനത്താൽ വലയം ചെയ്തു കിടക്കുന്ന ഗ്രാമത്തിൽ പിന്നാക്ക വിഭാഗക്കാർ തിങ്ങിപ്പാർക്കുന്നുണ്ട്. വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനോ റോഡ് വികസനത്തിനോ ഒന്നും അധികൃതർ ഊന്നൽ നൽകുന്നില്ല. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമമാണ് വെളുകൊല്ലി. ചെട്ടി വിഭാഗക്കാരാണ് കൂടുതലും. പരമ്പരാഗതമായി ഇവരുടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നതിനായി വന്ന ആദിവാസി വിഭാഗക്കാരും ഇവിടെയുണ്ട്. 150ഓളം ഏക്കർ സ്ഥലമാണ് പട്ടയഭൂമിയായും മറ്റും ഇവിടെയുള്ളത്. 55ഓളം വീട്ടുകാരാണ് താമസിക്കുന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവരെല്ലാം. മെയിനായിട്ട് ഒരു റോഡും ഇതിന് സംവിധാനമാണ്. കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു രോഗിയായാൽ കൊണ്ടുപോകാൻ രാത്രിക്ക് ഭയങ്കര ഇതാണ്. ഇവിടെ 54 കുടുംബമുണ്ട്. അപ്പം എല്ലാവരും കൃഷിക്കാർ, അത്യാവശ്യം പിന്നെ കോളനിയിലൊക്കെ ഉള്ള ആൾക്കാരുമുണ്ട്. വന്യജീവി ശല്യം രൂക്ഷമായിട്ടും വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് ഫെൻസിംഗ് സംവിധാനം സ്ഥാപിച്ചിട്ടില്ല. കുറുവാദ്വീപിനോട് ചേർന്ന സ്ഥലം കൂടിയാണ് ഇവിടം. ഇവിടേക്ക് എത്തിപ്പെടുന്നത് കൊടും വനത്തിനുള്ളിലൂടെയാണ്. രാത്രിയായാൽ വാഹനങ്ങൾ വിളിച്ചാൽ പോലും ഈ വഴി വരാറില്ല. കോൺക്രീറ്റ് പാത ഗ്രാമത്തിന്റെ പകുതിയോളം ഭാഗത്ത് എത്തി നിൽക്കുന്നു. ബാക്കി ഭാഗത്തേക്ക് റോഡ് പണി പൂർത്തീകരിക്കാൻ നടപടി വൈകുകയാണ്.
ഗ്രാമത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. 9 ഗ്രാം കഞ്ചാവും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 40 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് എന്നിവയുമായി ഒരാളെ വയനാട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മേപ്പാടി നെടുമ്പാല ഇല്ലിച്ചുവട്ടിൽ പെട്ടിക്കട നടത്തുന്ന തട്ടികപ്പാലം കൈതവളപ്പിൽ KV മുരളിയാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരാതികളെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S. സമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടിയത്. മയക്കുമരുന്നും ഒപ്പം യുവാക്കളിലെ അക്രമവാസനയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മതവിദ്യാഭ്യാസത്തിലും ഭൗതിക വിദ്യാഭ്യാസത്തിലും സമഗ്രമായ മാറ്റം വേണം. പ്രശസ്ത സാഹിത്യകാരൻ OK ജോണി സുൽത്താൻ ബത്തേരി ബ്ലോക്ക് തല വയോജനോത്സവം മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയെ സാമൂഹിക ഉത്തരവാദിത്തത്തോടൊപ്പം കുടുംബബന്ധത്തിലെ കെട്ടുറപ്പിന്റെ പ്രാധാന്യവും ഉദ്ബോധിപ്പിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 4 ചുവരുകളിൽ തളച്ചിട്ട് പോകുന്ന വയോജനങ്ങളുടെ സംഗമം സ്നേഹാദരം വേറിട്ട കാഴ്ചവിരുന്നായി. ഒരു കാലത്ത് സ്കൂളിലും നാട്ടിലും മിന്നും താരമായിരുന്നവർ തങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന സർഗശേഷികൾ പുറത്തെടുത്തപ്പോൾ വയോജന സംഗമം അവിസ്മരണീയമായി. കണ്ണ് പരിശോധനയടക്കം മെഡിക്കൽ ക്യാമ്പ്, ജീവിതശൈലി രോഗ പരിശോധന, മരുന്ന് വിതരണം. വ്യത്യസ്തമായിരുന്നു ബത്തേരി ബ്ലോക്കിന് കീഴിലെ 4 പഞ്ചായത്തുകളിലെയും വയോജന സംഗമം. പുതുതലമുറ വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി കുടുംബസമേതം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരാണ് ഇക്കൂട്ടർ. അതുകൊണ്ട് തന്നെ ഇത്തരം ഒത്തുചേരലുകൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് OK ജോണി പറഞ്ഞു. ഇതേപോലെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രവർത്തന ഫലമായി അവർക്ക് ഒരുമിച്ച് കൂടാനും അവർക്ക് ജീവിതത്തെ സധൈര്യം സ്വാഭിമാനം അഭിമുഖീകരിക്കാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് വാസ്തവത്തിൽ അത് ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രകടനമാണ് ഇന്ന് മുതിർന്ന പൗരന്മാർക്ക് ഒരുമിച്ച് കൂടാനും അവർക്ക് ആഹ്ലാദിക്കാനുമുള്ള ഒരു അവസരമായി നമ്മുടെ പ്രാദേശിക ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. അസൈനാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരും ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും സംഗമത്തിൽ പങ്കെടുത്തു. മലനാട് ന്യൂസ്, മീനങ്ങാടി. വാർദ്ധക്യത്തിന്റെ അവശതകൾ വകവയ്ക്കാതെ ദേശീയ സീനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാനൊരുങ്ങി ജില്ലയിൽ നിന്നും ഒരു പറ്റം കായിക താരങ്ങൾ. മത്സരത്തിന്റെ തയ്യാറെടുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി 15 അംഗ കമ്മിറ്റിക്കും ഇവർ രൂപം നൽകി. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്ഥാന സീനിയർ സിറ്റിസൺ അത്ലറ്റിക് മീറ്റിലെ വിജയികളാണ് കഴിഞ്ഞ ദിവസം പഴശ്ശി പാർക്കിൽ ഒത്തുചേർന്നത്. എറണാകുളത്ത് നടന്ന സീനിയർ അത്ലറ്റിക് മീറ്റിൽ ജില്ലയ്ക്ക് മിന്നും വിജയം സമ്മാനിച്ചവരാണ് ഇവരെല്ലാം. 60കളിലും 70കളിലും എത്തിയിട്ടും കായിക മേഖലയോടുള്ള താൽപ്പര്യമാണ് ഇവരെ ഒരുമിപ്പിച്ചത്. തുടർന്ന് കേരള സീനിയേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ 15 അംഗ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം 23-ന് എറണാകുളത്ത് വെച്ച് നടന്ന ഓൾ കേരള സീനിയേഴ്സ് അത്ലറ്റിക്സിൻ്റെ വിന്നേഴ്സിനെ ആദരിക്കലും ഈ സംഘടനയുടെ ദേശീയതല മത്സരങ്ങളിലേക്ക് അത്ലറ്റുകൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് അവരെ ആദരിക്കാനും കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ യോഗം ചേർന്നത്. ഓട്ടം, ചാട്ടം, മാരത്തോൺ, ഷോട്ട് പുട്ട് തുടങ്ങിയ ഇനങ്ങളിൽ ഇതേ പ്രായത്തിലുള്ള ഒട്ടേറെ ആളുകളോട് മത്സരിച്ചാണ് ഇവർ വിജയികളായത്. കഴിഞ്ഞ വർഷവും ദേശീയ സീനിയർ സിറ്റിസൺ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത് ജേതാക്കളായവരും ഇക്കൂട്ടത്തിലുണ്ട്. സ്കൂൾ കായികമേളയിൽ മിന്നും താരങ്ങളായിരുന്നവരും ചെറുപ്പത്തിൽ കായിക മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരും ഇവരിലുണ്ട്. ഒരേ മനസ്സോടെ സീനിയർ അത്ലറ്റിക് മീറ്റിൽ വിജയം കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണിവർ. മലനാട് ന്യൂസ്, മാനന്തവാടി. സ്റ്റാർട്ടപ്പിൽ ഞെട്ടിക്കും ഈ പുതുതലമുറ വിദ്യാർത്ഥികൾ. KSIDCയും ആസാപ്പുമായി സഹകരിച്ച് നടത്തുന്ന ഡ്രീം വെസ്റ്റർ 2.0യിലാണ് ലോകോത്തര നിലവാരത്തിലുള്ള ആശയങ്ങൾ ഉരുത്തിരിഞ്ഞത്. വിവിധ കോളേജുകളിൽ നിന്ന് ടീമുകളായി എത്തിയവരിൽ തിരഞ്ഞെടുക്കുന്നവർ ഈ മാസം 21-ന് എറണാകുളത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികളെ സംരംഭകത്വത്തിലേക്ക് നയിക്കാൻ വ്യവസായ വികസന കോർപ്പറേഷനും അസാപ്പും ചേർന്നാണ് ഡ്രീം വെസ്റ്റർ 2.0 നടത്തുന്നത്. ഇതുവരെ ഒരാളും ചിന്തിക്കാത്ത വഴിയിലൂടെയാണ് പുതുതലമുറ വിദ്യാർത്ഥികളുടെ നടന്നുകയറ്റം.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ മാർക്കറ്റിംഗ് അടക്കം ഒരു വിരൽ തുമ്പിൽ ഒതുക്കി ചെയ്യാവുന്ന പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കുതിച്ചുചാട്ടമുണ്ടാക്കുന്നവയാണ്. ഞാൻ മേപ്പാടി വിംസിൽ ഡോക്ടർ മൂപ്പൻ സൈനസ് എന്നൊരു ഇൻക്യുബേറ്റർ ഉണ്ട്, അവിടെ സയൻസിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ന്യൂബൈം ലാബ്സ് ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഗ്രേറ്റ് ടു സീ ദാറ്റ് നിങ്ങളുടെ ഒരു സ്റ്റുഡൻഷിപ്പിന്റെ ഇടയ്ക്ക് തന്നെ ഇത്രയൊരു ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന കാണാൻ ഒരു എന്താ പറയുക, ഇറ്റ്സ് ത്രില്ലിംഗ് ടു സീ ദാറ്റ്. വിദ്യാർത്ഥികൾക്ക് സ്വന്തം ആശയങ്ങളെ സംരംഭങ്ങളായി മാറ്റാനുള്ള അവസരവും സാമ്പത്തിക പിന്തുണയും നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ശില്പശാലകൾ, ഡിസൈൻ തിങ്കിംഗ് വർക്ക്ഷോപ്പ്, ഐഡിയത്തോൺ മത്സരം എന്നീ 3 ഘട്ടങ്ങളിലായാണ് ഡ്രീം വെസ്റ്റർ 2.0 നടപ്പാക്കുന്നത്. ആദ്യ റൗണ്ടുകൾ പൂർത്തിയാക്കിയ 2 ടീമുകളാണ് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയത്. അവസാന ഘട്ടത്തിൽ പുറത്തായാലും സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് എത്തിപ്പെടാൻ കരുത്ത് പകരുന്നതായി ഡ്രീം വെസ്റ്റർ 2.0 മാറിയെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു. വർക്ക്ഷോപ്പിലൂടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ലഭിച്ചിരുന്നു. ലൈക്ക് എങ്ങനെ ഇന്നോവേറ്റ് ചെയ്യണം, എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് നമ്മൾ എത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ജില്ലയിൽ മീനങ്ങാടി എൽദോ മാർ ബസേലിയോസ് കോളേജിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കുന്ന മികച്ച 10 ആശയങ്ങൾക്ക് 1 ലക്ഷം രൂപ ധനസഹായവും അംഗീകാര പത്രവും ലഭിക്കും. മലനാട് ന്യൂസ്, മീനങ്ങാടി. കൽപ്പറ്റ മേപ്പാടി റോഡിൽ പുത്തൂർ വയൽ അക്ഷയ സെന്ററിന് സമീപത്തെ വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നത്. ഇന്ന് രാവിലെ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റിരുന്നു. വളവ് ആരംഭിക്കുന്ന ഇരുഭാഗങ്ങളിലും വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പുത്തൂർ വയൽ അക്ഷയ സെന്ററിന് മുൻവശത്തെ വളവിൽ ഇന്ന് രാവിലെ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യമാണിത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നത്. പലരും അപകടത്തിൽ കൂടുതൽ പരിക്കേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്നത്. അപകടം പതിവായിട്ടും യാതൊരുവിധ തുടർ നടപടികളും അധികാരികൾ സ്വീകരിക്കുന്നില്ല. വണ്ടി ഓയിൽ വീണിട്ട് ഒരു സ്കൂട്ടർ അപകടം ഉണ്ടായിരുന്നു. മാത്രമല്ല ചിലപ്പോൾ തിരിച്ചാൽ കിട്ടില്ല. അത് റോഡിൻ്റെ ഉണ്ടാക്കിയതിലെ ന്യൂനതയാണോ എന്നും കൂടെ നോക്കേണ്ടതാണ്. ഇങ്ങനെ 2-3 വളവുകളുണ്ട് ഈ പുത്തൂർ കൽപ്പറ്റ മേപ്പാടി റൂട്ടിൽ സ്ഥിരമായിട്ട് അപകടം നടക്കുന്നത്. അധികവും റോഡിൻ്റെ ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള ടേണിങ്ങിലുള്ള ചെരിവില്ലാത്തതുകൊണ്ടാണെന്നാണ് പൊതുവെയുള്ള സംസാരം. വേഗതയും റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോയമ്പത്തൂരിൽ നിന്നും വരികയായിരുന്ന KSRTC ബസ് ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം സംഭവമാണ്. അടിയന്തിരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയ ദുരന്തമാകും ഇവിടെ സംഭവിക്കുകയെന്ന മുന്നറിയിപ്പാണ് നാട്ടുകാർ നൽകുന്നത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. സോളാർ ലൈറ്റും നിരീക്ഷണ ക്യാമറയും അടക്കമൊരുക്കി ഒരു ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട് കേണിച്ചിറ എടക്കാട്. 5-10 ലക്ഷങ്ങളുടെ കണക്ക് പറയാനില്ല. കേവലം 3 ലക്ഷത്തിൽ താഴെ മാത്രം ചെലവിൽ കേന്ദ്രം നിർമ്മിച്ചത് പ്രദേശത്തെ എടക്കാട് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ. ബസ് ഷെൽട്ടറിന്റെ പേരിൽ 4 തൂണിൽ ഒരു മേൽക്കൂര വെച്ച് ലക്ഷങ്ങൾ കണക്കെഴുതി വയ്ക്കുന്ന നാട്ടിലാണ് 2,75,000 രൂപ ചെലവിൽ പുനർനിർമ്മിച്ച ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശ്രദ്ധേയമാകുന്നത്. FM റേഡിയോ, സോളാർ ലൈറ്റ്, ക്ലോക്ക്, നിരീക്ഷണ ക്യാമറ, കണ്ണാടി, കോൺവെക്സ് മിറർ തുടങ്ങി ഹൈടെക് സംവിധാനങ്ങളോടെയാണ് കേണിച്ചിറ എടക്കാട് സ്മാർട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ നാട്ടിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇതിനെ പോകുന്ന എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു ബസ് വെയിറ്റിംഗ് ഷെഡിന് വേണ്ടിയിട്ടാണ് അവർ അത്രയും കാര്യങ്ങൾ ചെയ്തത്. ബീനാച്ചി പനമരം റോഡ് നിർമ്മാണ സമയത്ത് പഴയ ബസ് ഷെൽട്ടർ ഉപയോഗശൂന്യമായതിനെ തുടർന്നാണ് എടക്കാട് റെസിഡൻസ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങിയത്. മുഖം നോക്കാൻ കണ്ണാടിയും പ്രദേശത്തിന്റെ സൗന്ദര്യത്തിനായി പൂച്ചെടിയും വരെ സ്ഥാപിച്ചിട്ടുണ്ട്. വാട്സപ്പ് വഴിയായിരുന്നു തുക കണ്ടെത്തിയത്. ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂതാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സിജു, മലനാട് ന്യൂസ്, നടവയൽ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീട് ശ്രദ്ധേയ കാഴ്ചയാകുന്നു. പുൽപ്പള്ളിയിലെ വനഗ്രാമമായ മുടവൻകരയിലാണ് ഈ വീടുള്ളത്. മുടവൻകര രാജഗോപാലിന്റെ വീടിന് 300 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത്. പുല്ലുമേഞ്ഞ ഈ വീടിന് ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ട്. മണ്ണ് കുഴച്ചാണ് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്, അതും പ്രത്യേക രൂപത്തിൽ. 3 അടിയോളം വണ്ണത്തിലാണ് ഈ ഭിത്തികളെല്ലാം. മുകൾ ഭാഗത്ത് മച്ച് നിർമ്മിച്ചിട്ടുമുണ്ട്. ഇത് മുളമടഞ്ഞാണ്. മുളയ്ക്ക് മുകളിൽ മണ്ണ് കുഴച്ച് ചേർത്തിട്ടുമുണ്ട്. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും വീടിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല.
ഇതിനുള്ളിൽ സദാസമയവും ശീതളമയുമാണ്. എത്ര തലമുറപ്പായോ എനിക്കറിയില്ല. അന്ന് പിന്നെ പുല്ല് മേഞ്ഞോണ്ടായിരുന്നു. അന്ന് വീട് കാണാനും നല്ലതായിരുന്നു. ഇപ്പം പിന്നെ കവർ കെട്ടുന്നതുകൊണ്ട് ചൂടെടുക്കുന്നുണ്ട് അത്യാവശ്യം. എന്നാലും നല്ല തണുപ്പുണ്ട്. 2 മുറികളാണ് വീടിനുള്ളിൽ ഉള്ളത്. കൂറ്റൻ മരങ്ങൾ മുറിച്ചാണ് വാതിൽപ്പടികളും മറ്റും നിർമ്മിച്ചിരിക്കുന്നത്. വനഗ്രാമമായതിനാൽ കൂടുതൽ ആളുകൾക്കൊന്നും ഈ വീടിനെക്കുറിച്ച് അറിവില്ല. പഴമയുടെ ഈ സൗന്ദര്യം വേറിട്ട കാഴ്ചയായി നിലകൊള്ളുകയാണ്. മുമ്പെല്ലാം എല്ലാ വർഷവും മേൽക്കൂരയിൽ വൈക്കോൽ മേയാറുണ്ടായിരുന്നു. ഇപ്പോൾ വൻ സാമ്പത്തിക ബാധ്യത ആകുമെന്നതിനാൽ ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കുകയാണ് ഇവർ. സിഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. ഇനി ബിസിനസ് മലനാട്. സ്വർണം പവന് 65,760 രൂപ, വെള്ളിഗ്രാമിന് 112 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പുൽപ്പള്ളി സ്വദേശിനിയുടെ നേതൃത്വത്തിൽ കോടികൾ തട്ടിയെന്ന പരാതി. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പലരിൽ നിന്നായി യുവതിയുടെ നേതൃത്വത്തിൽ തട്ടിയെടുത്തത് 6 കോടിയിലേറെ രൂപ. പണം തട്ടിയത് ജസ്റ്റ് സെറ്റ് ജേണി എന്ന സ്ഥാപനം വഴി. കേരളത്തിന് പുറത്തുള്ളവരും തട്ടിപ്പിന് ഇരയായതായി ആരോപണം. സിനിമാ സംവിധായകൻ ഭാസ്കരൻ ബത്തേരി അന്തരിച്ചു. അന്ത്യം അസുഖബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. മാത്തുക്കുട്ടിയുടെ വഴികൾ, ഇഞ്ച എന്നീ സിനിമകൾക്ക് കഥയെഴുതി സംവിധാനം ചെയ്തു. നിരവധി മ്യൂസിക് ആൽബങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചു. കൽപ്പറ്റ ചുണ്ടേൽ റോഡുകളുമായി ബന്ധിപ്പിക്കുന്ന കുന്നംപറ്റ പ്ലാക്കണ്ടി റോഡ് ടാറിംഗ് നടത്താൻ വനംവകുപ്പ് NOC നൽകുന്നില്ലെന്ന് പരാതി. ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഫണ്ട് വകയിരുത്തിയിട്ടും വനംവകുപ്പിന്റെ തടസ്സവാദം കാരണം ടാറിംഗ് നടത്താൻ കഴിയുന്നില്ല. പടിഞ്ഞാറത്തറ ടൗണിൽ ഗതാഗത കുരുക്കിനിടയാക്കിയിരുന്ന സർക്കാർ ഭൂമിയിലെ മതിലുകൾ പൊളിച്ചുമാറ്റി. പുൽപ്പള്ളി വെളുകൊല്ലി വികസന കാര്യങ്ങളിൽ പിന്നിൽ. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമത്തിൽ താമസിക്കുന്നത് പിന്നാക്ക വിഭാഗക്കാർ. വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനും റോഡ് വികസനത്തിനും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.